മണലൂരിൽ മാറി മറിയാണ്. പ്രതാപൻ പിറകിലേക്ക് പോയിരിക്കുന്നു. 675 വോട്ടിന് സി രവീന്ദ്രനാഥ് ലീഡ് പിടിച്ചിരിക്കുന്നു. മണലൂരിലാണ് ഇനി ഏറ്റവും ഉദ്വേഗജനകമായ മത്സരം നടക്കുന്നത്. ലിഷോയെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അഴീക്കോടിന്റെ വിവരങ്ങളും കിട്ടാനുണ്ട്. തൃക്കരിപ്പൂരിന്റെ വിവരങ്ങളും കിട്ടാനുണ്ട്. തൃക്കരിപ്പൂരിലും ലീഡ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഴീക്കോട്, തൃക്കരിപ്പൂർ, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരത്ത് TSR ലിഷോയ് നമുക്കൊപ്പമുണ്ട്. ലിഷോയ്, മണലൂരിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുകയാണ്. മണലൂരിന്റെ മനസ്സിൽ ആരാണ് മണലൂരിന്റെ മനസ്സിലെന്ന് അറിയാനായി ഇനി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഓരോ റൗണ്ട് എണ്ണുമ്പോഴും ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അവസരത്തിൽ പ്രതാപൻ മുന്നിൽ വരുമ്പോൾ പിന്നീട് തൊട്ടടുത്ത അവസരത്തിൽ സി രവീന്ദ്രനാഥ് മുന്നിൽ വരുന്നു. ഇനിയിപ്പോൾ മണലൂരിൽ 14 റൗണ്ടുകളാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനിയിപ്പോൾ 15, 16, 17 മാത്രമാണ് എണ്ണാനുള്ളത്. 3 റൗണ്ടുകളാണ് എണ്ണാനുള്ളത്. ഈ 3 റൗണ്ടുകളിൽ അരിമ്പൂർ പഞ്ചായത്താണ് ഇനിയിപ്പോൾ എണ്ണാനുള്ളത്. അരിമ്പൂർ പഞ്ചായത്തിലെയും നില നോക്കുകയാണെങ്കിൽ LDFും UDFും സമാസമമാണ്. അവിടെ UDFിനാണ് ഭരണമെങ്കിൽ പോലും ടോസിലൂടെയാണ് ഭരണം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇനി എണ്ണാൻ പോകുന്ന 3 റൗണ്ടുകൾ 2 സ്ഥാനാർത്ഥികൾക്കും വളരെ നിർണായകമാണ്. ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് പോലും യാതൊരു വിധത്തിലും ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മണലൂർ വളരെ ഉദ്വേഗമായ ഒരു അന്ത്യത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായും